അപ്പോൾ ഈ അടുത്ത നമ്മളിപ്പോൾ യു പ്രതിഭ MLA-യുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ യു പ്രതിഭ MLA-യുടെ മകൻ്റെ കഞ്ചാവ് കേസിൻ്റെ വാർത്ത നമ്മൾ കൊടുത്തു എന്നുള്ളതൊക്കെ പറഞ്ഞ് പ്രതിഭയ്ക്ക് ഇത്തിരി വിഷമമൊക്കെ ഉണ്ട് MLA. പക്ഷേ യു പ്രതിഭ MLA കായംകുളത്ത് എന്നോട് ഈയിടയ്ക്ക് ഒരാൾ പറഞ്ഞ് നന്നായി പ്രവർത്തിക്കുന്ന ഒരു MLA ആണ്, ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്, നല്ല കാര്യം. ഈ അടുത്തിടെ അപ്പോൾ യു പ്രതിഭയും MLA-യും നമ്മൾ ഈ വിവാദത്തിന് ശേഷം തിരുവനന്തപുരത്ത് ഈ മാതൃഭൂമിയുടെ കായിൽ കണ്ടുമുട്ടാൻ പറ്റിയ സ്ഥലവാക്കാണ്. ആ കായിൽ കണ്ടുമുട്ടുമ്പോൾ സുരേഷ് കുറുപ്പ് അറിയില്ലേ ഇത് ശ്രീകണ്ഠൻ നായർ, ഇത് യു പ്രതിഭയാണെന്ന് പറഞ്ഞു. ഞങ്ങളെ മുഖത്ത് ചിരിച്ചു. ഞങ്ങളുടെ ചിരിക്കുള്ളിൽ അറിയാമല്ലോ. അപ്പോൾ ബാബു സുരേഷ് കുറുപ്പിനോട് ഞാൻ പിന്നെ രഹസ്യമായിട്ട് പറഞ്ഞു ചകട ചകട ചകട. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വാർത്തയിലേക്ക്. അപ്പം മകനെതിരായ കഞ്ചാവ് കേസിൽ യു പ്രതിഭ MLA-യുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിനാണ് അന്വേഷണം ചുമതല. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തും എന്നാണ് വിവരം. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ആ വിവരങ്ങൾ പങ്കുവയ്ക്കും. മനീഷ്, അങ്ങനെ ഇന്നിപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരം? അപ്പോൾ യു പ്രതിഭയുടെ പരാതിയിലും ഒരു അന്വേഷണം നടത്തുകയാണ് സർക്കാർ, അല്ലേ? വിജയകുമാർ, അത് തന്നെയാണ്. ഈ യു പ്രതിഭയുടെ വാദം ആദ്യം തൻ്റെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചില്ല, കൈവശം കഞ്ചാവ് കണ്ടെത്തിയിരുന്നില്ല എന്നായിരുന്നു. പക്ഷേ എക്സൈസിൻ്റെ FIR-ൽ ഈ 2 വകുപ്പുകൾ ചുമത്തിയിരുന്നു. പിന്നാലെയാണ് വീണ്ടും യു പ്രതിഭ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനും പരാതി നൽകിയത്. അങ്ങനെ ഈ പരാതിയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ആലപ്പുഴ അസിസ്റ്റന്റ് കമ്മീഷണർ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഈ മാസം അവസാനത്തോടുകൂടി ഇതിൻ്റെ മുഴുവൻ രേഖകളുമായി തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത്, എക്സൈസ് ആസ്ഥാന ജോയിന്റ് കമ്മീഷണർ ആസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്ത കുട്ടനാട്ടിലെ റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ, ഒപ്പം തന്നെ ഇതിന്റെ ജയരാജ് എന്ന് പറയുന്ന കുട്ടനാട്ടിലെ സർക്കിൾ ഇൻസ്പെക്ടർ, ഈ 2 പേരോട് കൂടിയാണ് തിരുവനന്തപുരത്ത് ഈ മാസം അവസാനം ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് മുതൽ ആരംഭിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരുടെ, ഈ റെയ്ഡിൽ പങ്കെടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. കേസിൽ കനിവ് ഉൾപ്പെടെ, യു പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെയുള്ള 9 പ്രതികളുടെയും മൊഴികൾ രേഖപ്പെടുത്തി. ഒപ്പം തന്നെ യു പ്രതിഭ MLA-യുടെ മൊഴി കൂടി രേഖപ്പെടുത്താൻ ഉള്ള നിർദ്ദേശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വം ആദ്യം പ്രതിഭയുടെ വിഷയത്തിൽ നിലപാട് പറഞ്ഞില്ല എങ്കിൽ കൂടി പിന്നീട് മന്ത്രി സജി ചെറിയാൻ പുകവലിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തി യു പ്രതിഭയെ സംരക്ഷിക്കാനുള്ള ചില നിലപാടുകൾ എടുത്തത് കൂടി വിവാദമായിരുന്നു. നേരത്തെ യു പ്രതിഭയുടെ മകനെതിരെ കേസെടുത്തുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റിയ വിഷയവും വിവാദമായിരുന്നു. അത് പ്രതിഭയുടെ മകനെതിരെ കേസെടുത്തുമായി ബന്ധപ്പെട്ട് ആണെന്ന രീതിയിലുള്ള വലിയ വിമർശനം ഉണ്ടായി. ഒപ്പം തന്നെ മകന്റെ കയ്യിൽ നിന്നും പിടികൂടിയത് 3 ഗ്രാം കഞ്ചാവ് എന്നാണ് എക്സൈസിന്റെ FIR-ൽ ഉള്ളത്. പക്ഷേ 90 ഗ്രാമാണ്. അതിൽ കൂടുതൽ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത്. 5 മാസം മാത്രം വിരമിക്കാനിരിക്കെയാണ് ഡെപ്യൂട്ടി കമ്മീഷണർ ആലപ്പുഴയിൽ നിന്നും, കൊല്ലം സ്വദേശിയായിട്ടുള്ള കമ്മീഷണറെ ആലപ്പുഴയിൽ നിന്നും മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത്. അങ്ങനെ പ്രതിഭയുടെ പരാതിയിൽ എക്സൈസിനെതിരെ വ്യാപകമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഈ 2 ഉദ്യോഗസ്ഥരെ അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് ജോയിന്റ് കമ്മീഷണർ ഓഫീസിലെത്താനാണ് നിർദ്ദേശം.